കൊട്ടിയൂരിൽ വാളാട്ടവും കുടിവതികളുടെ തേങ്ങയേറും നടന്നു. നാളെ കലശകുംഭങ്ങൾ ഭഗവാന്റെ സ്വയംഭൂവിലാടുന്ന ചടങ്ങായ തൃക്കലശാട്ട് നടക്കും. ചോദ്യനാളിൽ നെയ്യാട്ടത്തോടെ തുടങ്ങിയ യാഗോത്സവം ചിത്തിരനാളിലെ തൃക്കലശാട്ടോടെ സമാപിക്കുന്നു. കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം പരിസമാപ്തിയിലേക്ക്. വ്യാഴാഴ്ച അത്തം നാളിൽ വാളാട്ടം, കുടിവതികളുടെ തേങ്ങയേറി, അത്തം ചതുശത നിവേദ്യം, കൂത്തുസമർപ്പണം എന്നീ വിശിഷ്ട ചടങ്ങുകൾ നടന്നു. ഉച്ചയ്ക്ക് പന്തീരടി പൂജയോടൊപ്പമാണ് ഭഗവാന് അത്തം ചതുശതം നിവേദ്യം സമർപ്പിച്ചത്. ശേഷം ഈ വർഷത്തെ മഹോത്സവത്തിലെ അവസാന ശീവേലി നടന്നു. ശ്രീ മഹേശ്വരന്റെയും പാർവതിയുടെയും തിടമ്പുകൾ എഴുന്നള്ളിച്ചപ്പോൾ പൊന്നിൻകുടവും വെള്ളിക്കുടവും വെള്ളിവിളക്കും കലശപാത്രങ്ങളുമായി സ്ഥാനികർ അകമ്പടി സേവിച്ചു. ശീവേലിക്കിടെ വാളച്ചന്മാർ വാളാട്ടം നടത്തി. തിരുവഞ്ചിറയിൽ കിഴക്കേ നടയിൽ ദേവതമാർക്ക് അഭിമുഖമായിട്ടാണ് വാളാട്ടം നടന്നത്. വാളാട്ടത്തിലൂടെ തിടമ്പുകളിൽ നിന്ന് ദേവചൈതന്യം വാളുകളിലേക്ക് ആവാഹിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. തുടർന്ന് ഏഴിലക്കാരായ കുടിപതികളുടെ തേങ്ങയേറ് നടന്നത്. അമ്മാറക്കൽ തറയ്ക്കും പൂവറയ്ക്കും മധ്യത്തിലുള്ള ശിലയിലാണ് തേങ്ങയേറ് നടന്നത്. വൈകുന്നേരം 1000 കുടം അഭിഷേകം നടന്നു. തുടർന്ന് കൂത്തുസമർപ്പണവും നടന്നു. കലശമണ്ഡപത്തിൽ കലശപൂജയ്ക്കുള്ള ഒരുക്കങ്ങളും അത്തനാളിൽ തുടങ്ങി. വെള്ളിയാഴ്ച കലശകുംഭങ്ങൾ ഭഗവാന്റെ സ്വയംഭൂവിൽ ആടുന്ന ചടങ്ങായ തൃക്കലശാട്ട് നടക്കും. ഉച്ചയോടെ വീരഭദ്രന്റെ ചൈതന്യം കുടികൊള്ളുന്ന മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ ബലിബിംബങ്ങളും ഭണ്ണാരങ്ങളും അടിയന്തരക്കാരും ബാവലിപ്പുഴ കടക്കും. അതോടെ ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് സമാപനമാകും. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം. SNS സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും 67% വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചിലവ് കുറയ്ക്കാം. SS മാർക്കറ്റിംഗ്, പാറക്കണ്ടി, കണ്ണൂർ.